ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകാതെ ആ റിലേഷൻഷിപ്പിനുള്ളിൽ എങ്ങനെ ബൗണ്ടറീസ് അഥവാ പരിധികൾ സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും അതുപോലെ വിലയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പാർട്ട്ണറിനെ റെസ്പെക്റ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നു എന്നതുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് അഥവാ പരിധികൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു ബന്ധത്തിൽ വ്യക്തിപരമായി നമ്മൾ നമ്മുടെ പരിധികൾ സ്ഥാപിക്കുന്നതിലൂടെ ആ ബന്ധത്തെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എത്തരത്തിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇനിയും പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇത്തരം വീഡിയോസും ഇത്തരം കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോയിലെ ആദ്യത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും തന്നെ സത്യസന്ധവും വ്യക്തവുമായി പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലിമിറ്റുകളെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമെന്ത്, അതുപോലെ നിങ്ങളുടെ കഴിവുകളെന്ത്, കുറവുകളെന്ത്, ഇത്തരത്തിൽ നിങ്ങളുടെ ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. അതല്ലാതെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ സ്വയം മനസ്സിലാക്കി എടുക്കട്ടെ എന്നൊരു എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് ഒരിക്കലും മിണ്ടാതിരിക്കരുത്. ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ടും ക്ലാരിറ്റിയോടെയും പറയുന്നതിലൂടെ നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. ഇനിയും രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ബൗണ്ടറീസിനെ പറ്റി, പരിധികളെ പറ്റി സംസാരിക്കാൻ ശരിയായിട്ടുള്ളൊരു സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ ശരിയായ സമയം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ശാന്തമായിട്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ഏതാണോ ആ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതല്ലാതെ വഴക്കടിക്കുമ്പോൾ, തർക്കിക്കുമ്പോൾ, അത്തരത്തിൽ ഇമോഷണലായിട്ടുള്ള മൊമെൻറ്റ്സ് നടക്കുമ്പോൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം കൺസിസ്റ്റൻ്റ് ആണ്. റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് അഥവാ പരിധികൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ ബൗണ്ടറീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി, അതായത് നിങ്ങളുടെ പാർട്ട്ണർ, ഒരുപക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്ന് വരും. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ വ്യക്തിപരമായിട്ടുള്ള പരിധികൾ സ്ഥാപിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ നാലാമത്തെ കാര്യം, മറ്റൊരാളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന സ്വഭാവം അവോയ്ഡ് ചെയ്യുക. പരിധികൾ അഥവാ ബൗണ്ടറീസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളിൽ നിന്നും എന്തു സ്വീകരിക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്, അല്ലാതെ മറ്റൊരാളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാര്യമായ രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ടെന്നും ഈ പറയുന്ന പരിധികളെല്ലാം തന്നെ ഈ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണെന്നും അല്ലാതെ ആ ബന്ധത്തെ ഒരിക്കലും ആക്രമിക്കുന്ന തരത്തിലുള്ളതല്ല എന്നും അവരോട് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതാണ്. ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ മ്യൂച്വൽ റെസ്പെക്റ്റ്, അതുപോലെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇമോഷണൽ സേഫ്റ്റി, ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ മൂന്ന് കാര്യങ്ങളെയും പറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ബന്ധം തകർന്നു പോകാത്ത രീതിയിൽ എങ്ങനെ ആ ബന്ധത്തിൽ വ്യക്തിപരമായിട്ടുള്ള അതിരുകൾ സ്ഥാപിക്കാം എന്നതിനെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.